ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കാനും പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ചായക്കടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുക. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതേ ഗ്ലാസ്സിൽ തന്നെ എടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് മൈദപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. ചെറു ചൂടുവെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിൽ നമ്മളിപ്പോൾ ഇവിടെ 1.5 കപ്പ് പൊടിയാണ് എടുത്തത്. 1/2 കപ്പ് റവയും 1/2 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. 1.5 കപ്പ് പൊടി എടുക്കുമ്പോൾ ഇതിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. 1.25 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം. റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഈ മാവിത ഇതുപോലെ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിന് വേണ്ടത്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് 2 നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ നമുക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ ഈ ഒരു രീതിയിലാണ് ഈ ബാറ്ററി ഇരിക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. മാവ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടും ഈ സ്നാക്ക്. ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് കളർ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് ഇത് 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇത് വളരെ സിമ്പിളാണ് നമുക്കിത് ചെയ്യാൻ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി നമുക്കിതിലേക്ക്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ സ്നാക്കാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്